ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മഴയാണ് പുറത്ത്. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നല്ല, എൻ്റെ ലൈഫിൽ കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് വിചാരിച്ച ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഒറ്റയടിക്ക് എല്ലാം കൂടെ ഞാൻ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിനെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തത് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആണ് ഇന്ന്. സാധാരണ ശനി ഞായർ ദിവസങ്ങൾ എനിക്ക് 11-12 മണി വരെ കിടന്നുറങ്ങാനുള്ളൊരു ലൈസൻസ് ഉണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 7 മണിക്ക് തന്നെ ഓഫീസിൽ എനിക്ക് ലോഗിൻ ചെയ്യണം. 6 മണിക്കൊക്കെ ഉറക്കൊഴിഞ്ഞിട്ടാണ് തട്ടിക്കൂട്ടി ഞാൻ 7 മണിക്ക് ഓഫീസിലെത്തുന്നത് കേട്ടോ. രാവിലെ എഴുന്നേക്കാൻ തന്നെ മടിയുള്ള ഒരാളാണ് ഞാൻ. കുഞ്ഞിലേ മുതലേ എത്ര നേരം വേണമെങ്കിലും ഞാൻ രാത്രി ഉറക്കൊഴിച്ചിരിക്കും. പക്ഷെ രാവിലെ എഴുന്നേക്കുന്ന കാര്യം എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരണമെന്നുള്ളത് എൻ്റെ ഇപ്രാവശ്യത്തെ ഒരു ഡിസിഷനാണ് കേട്ടോ. ചില ഹാബിറ്റ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനിവാര്യമാണെന്ന് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ മനസ്സിലായ ഒരു കാര്യമാണ്, രാവിലെ നമ്മളൊരു 1 അവറൊക്കെ നേരത്തെ എഴുന്നേറ്റാൽ ഒട്ടുമിക്ക കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സമയം കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് ഈ ഓടിപ്പടച്ചുള്ള ഓട്ടവും ഒന്ന് അവസാനിപ്പിക്കാം. ഈ ഒരു കാര്യം ഞാൻ വീക്കെൻഡ്സിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രത്യേക റീസൺ ഉണ്ട് കേട്ടോ. ശനി ഞായർ ദിവസങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ 11 മണി 12 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്നത്. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ കിടന്ന് ഉറങ്ങിയതിൻ്റെ ഒരു ഓവർ ക്ഷീണമാണ് തോന്നുന്നതെന്നല്ലാതെ ഒരു വിധത്തിലുള്ള ഫ്രഷ്നെസ്സും എനിക്ക് ഉണ്ടാവാറില്ല. അതുമാത്രമല്ല കേട്ടോ, ലഞ്ച് കഴിച്ച് കഴിയുമ്പോഴേക്കും അന്നത്തെ ദിവസം കഴിഞ്ഞു എന്നുള്ളൊരു ഫീലാണ്. പിന്നെ അങ്ങോട്ട് ഇരുട്ടായി തുടങ്ങിയാലും മൊത്തത്തിൽ ക്ഷീണം, അവശത, ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടി. അങ്ങനെ കുറേ നാളുകളിങ്ങനെ ഓടി തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്സ്, ആ പ്രകൃതിയുടെ തന്നെ ഒരു പോസിറ്റീവ് ആംബിയൻസ് ഒക്കെ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം അതൊരു റെഗുലർ ആൻഡ് റൊട്ടീനായിട്ട് മാറ്റണം എന്നുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ ചേഞ്ച് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റ് എന്ന് പറയുന്നത്, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദ ഡേയ്സ്, അതായത് വീക്കെൻഡ് ആണോ വീക്ക് ഡേയ്സ് ആണോ വർക്കുള്ള ദിവസമാണോ ഇല്ലാത്ത ദിവസമാണോ അതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. ഞാനൊരു പർട്ടിക്കുലർ ടൈം അറ്റ്ലീസ്റ്റ് 5 o'clock അല്ലെങ്കിൽ 6 o'clock മാക്സിമം എഴുന്നേറ്റിരിക്കണം എന്നുള്ളൊരു കാര്യം. അങ്ങനെ എഴുന്നേറ്റാൽ മാത്രം പോരാ, രാവിലെ തന്നെ നമ്മുടെ ഈ ചടവടപ്പൊക്കെ മാറ്റി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് നേരെ പോയി ഒന്ന് ഫ്രഷ് ആവുക. നമ്മൾ മൊത്തത്തിലൊരു മേക്കപ്പൊക്കെ ഇട്ട്, അല്ലെങ്കിൽ മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ പോലും രാവിലെ ആ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷായി ഒന്ന് ദേഹമൊക്കെ കഴുകി വരുമ്പോഴേക്കും നമുക്ക് എന്തെന്നില്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അമ്മമ്മ എന്നോട് പറയുമായിരുന്നു രാവിലെ എഴുന്നേറ്റ് ശീലിക്കണമെന്നുള്ളത്. പക്ഷേ അന്നൊന്നും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായില്ലെങ്കിലും ജീവിതം കൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം പഠിച്ചൊരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് എത്ര പ്രധാനമായിട്ടുള്ള കാര്യമാണെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കെങ്കിലും കണ്ണു തുറന്നാൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നേച്ചർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണിത്. ഈ ഒരു ഹാബിറ്റാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാനൊരു ചേഞ്ച് ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ ഇന്നത്തെ
ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞാൻ റെഗുലറായിട്ട് ചെയ്യാറുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വീട് മുഴുവൻ ഒന്ന് നടന്നു കഴിയുമ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു ഫ്രഷ്നെസ് കിട്ടും. രാവിലെ ഈ ഡോറൊക്കെ ഒന്ന് തുറന്നിടുമ്പോൾ തന്നെ നല്ലൊരു കാറ്റൊക്കെ വീശും കേട്ടോ. എന്തൊരു പോസിറ്റിവിറ്റി ആണെന്നറിയോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഹാബിറ്റാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് മൂവ് യുവർ ബോഡി. ഒരു വർഷം മുമ്പ് വരെ നല്ല പോലെ വെള്ളം കുടിച്ച് ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് നല്ല പോലെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ. ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിരുന്ന കുറേ അധികം സാഹചര്യ പ്രശ്നങ്ങൾ കാരണം എവിടെയൊക്കെയോ ഞാൻ ഇതൊക്കെ മിസ് ചെയ്തു പോയി എന്നുള്ളതാണ് സത്യം. ആ ഒരു സമയത്തൊക്കെ രാവിലെ എഴുന്നേൽക്കുക, വർക്കൗട്ട് ചെയ്യുക, നല്ല പോലെ വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു അഡിക്ഷൻ വന്നു തുടങ്ങും. നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു കംഫർട്ട് സ്പേസിൽ കയറി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് എനിക്കും ബാധകമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ലൈഫ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ടൈമിൽ കഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇത് കഴിഞ്ഞ് പതുക്കെ ഇതിങ്ങോട്ട് സ്ലോ ആയിട്ട് ഒരു ഹെൽത്തി മോഡ് ഓഫ് ഈറ്റിങ്ങിലേക്ക് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെയാണ് എക്സസൈസ് ചെയ്യുന്ന കാര്യവും. ഇപ്പോഴൊന്നും രാവിലെ ഓഫീസിൽ പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് ജിമ്മിൽ പോകാനുള്ളൊരു ടൈമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഈവനിങ് ടൈമിലാണ് ഞാൻ ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കുന്നത്. ജിമ്മിൽ പോയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് വീട്ടിലെങ്കിലും എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് പതുക്കെ പതുക്കെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങണം. ഈറ്റിംഗ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എൻ്റെ ഡയറ്റൊന്നും അങ്ങനെ പ്രോപ്പറായിരുന്നില്ല എന്ന് വെച്ചാൽ ഏത് സമയത്ത് ഏതൊക്കെ ടൈപ്പ് ഭക്ഷണം കഴിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ചിന്തയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല പോലെ വെയിറ്റ് വെക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ സാറ്റർഡേ സൺഡേസിൽ മാത്രം നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ മീൽ കഴിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ഇത് എനിക്ക് മാത്രം ബാധകമാണ്. അബിക്ക് സ്വിച്ച് ഇട്ട പോലെ ഭക്ഷണവും ഡയറ്റും എക്സസൈസും ഒക്കെ ഓൾ ഓഫ് എ സഡൻ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണ്. എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോ ആയിട്ട് ഒരു സ്ലോ പ്രോഗ്രസ് ആണ് ഈ ഒരു ഹാബിറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഈ വീട്ടിൽ ഇപ്പം അപ്പം കഴിക്കുന്നത് ഞാൻ മാത്രമായതുകൊണ്ട് ബാക്കി വന്ന മാവ് ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. സാധാരണ നമ്മൾ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് പാക്കറ്റിൽ മാവ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തന്നെ പച്ചരി കുതിർത്താണ് അപ്പത്തിനുള്ള മാവ് റെഡിയാക്കിയത്. അതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര മാവ് വരുമെന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും മാവ് ബാക്കി വരുന്നത്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതനുസരിച്ചിട്ട് റെഡിയാക്കി വെക്കുന്നതായിരിക്കും. ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് മൈ ഹോം. എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യം ക്ലീൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ചുറ്റുപാട് മെസ്സി ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആ ദിവസം മാത്രമല്ല എൻ്റെ മൈൻഡ് അതൊന്ന് റെഡിയാക്കി കൊണ്ടുവരുന്നത് വരെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടേയിരിക്കും. കോൺസെൻട്രേഷൻ കിട്ടില്ല. എനിക്ക് ആ ഒരു കാര്യം ഈ മൈൻഡിൽ ഇങ്ങനെ കിടന്ന ഒരു തോട്ട് പ്രോസസ്സായിട്ട് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ക്ലീൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം ഈ കിച്ചൺ ഒന്ന് ഓർഗനൈസ് ചെയ്യണമെന്നെടുത്ത് കുറേ നാളായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ. ഒറ്റയടിക്ക് എല്ലാം കൂടി വാങ്ങിയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മീഷോയിലും ആമസോണിലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുന്നതനുസരിച്ച് നമുക്കൊന്ന് ഡീക്ലറ്റർ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വാങ്ങിയൊരു സാധനമാണ് ഈ ഒരു സ്റ്റാൻഡ്. കാരണം എൻ്റെ കുറച്ച് ഡപ്പകൾ, മസാല ഡപ്പകളൊക്കെ പല സ്ഥലത്ത് ഇങ്ങനെ ഡിസോർഗനൈസ്ഡ് ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ എനിക്കും കിച്ചണിൽ ഒരു കോർണർ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കോർണർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കോർണർ നമുക്കിപ്പോൾ സെറ്റാക്കണം. വീക്കെൻഡ്സിൽ ശനി അല്ലെങ്കിൽ ഞായർ ഈ ഏതെങ്കിലും ഒരു ദിവസമാണ് ഞാൻ കൂടുതലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് മെയിൻ കാരണം എനിക്ക് നല്ല പോലെ സമയമെടുക്കും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് തന്നെ ഒരു സമാധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം സ്പെസിഫിക് ആയിട്ട് ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളും, അതായത് മിക്സി, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരം റെഗുലറായിട്ടുള്ള ഓവൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കും.
അങ്ങനെ ഒരു ക്ലീനിങ് ആണ് ദേ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ കിച്ചൻ്റെ റാക്സ് അല്ലെങ്കിൽ കിച്ചൻ്റെ സൈഡിൽ വരുന്ന ടൈൽസ് ഇതെല്ലാം ഞാൻ ലൈസോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. ഒന്നാമത്തെ കാര്യം നല്ല പൊടിയാണ്, പിന്നെ ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു മനസ്സിന് സന്തോഷമാണ്. അതുകൊണ്ട് ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഓർഗനൈസ് ചെയ്യാൻ മാത്രമല്ല ഡെക്കറേറ്റ് ചെയ്യാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നോക്കി നോക്കി വാങ്ങിയൊരു കാര്യമായിരുന്നു ഈ ഒരു ആർട്ടിഫിഷ്യൽ ഒണിയൻ്റെ ഒരു ഹാങ്ങിങ്. ഈ ഒരു പീസ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗാർലിക്കും ആർട്ടിഫിഷ്യലായിട്ട് രീതിയിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്യാൻ പോകുന്ന ടൈപ്പിൽ ഒരു കോംബോ ആയിട്ടാണ് ഇത് അവൈലബിൾ ആവുന്നത്. നമുക്കിത് കിച്ചൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഒക്കെ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു കോർണറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചേഞ്ചസ് ഇനിയും നമ്മുടെ കിച്ചണിൽ വരും. ഞാൻ കുറച്ച് സാധനങ്ങളായിട്ട് മാത്രം ഓർഡർ ചെയ്യുന്നതും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മീഷോയിലും ആമസോണിലും ഒക്കെ തപ്പി ഒരുവിധം ഓഫറൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൺ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ റാക്കും ഈ ഒരു കോർണറും ഒക്കെ ഇങ്ങനെ തന്നെ ഇവിടെ കീപ്പ് ചെയ്യാം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ചധികം വേക്കൻ്റ് ആയ പോലെയുണ്ട്. ഞാൻ കുറച്ച് കപ്പ് ഹോൾഡറും ഒക്കെ ഇതിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും അത് കാണാനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എൻ്റെ ചുറ്റുപാടുകളൊക്കെ പോസിറ്റീവായിട്ട് കീപ്പ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് വീടാണെങ്കിലും മനുഷ്യരാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളും പ്രിഫറൻസ് കൊടുക്കാറും ചെയ്യാറുമുള്ളത്. ഞാൻ ഫ്രീസറിൽ നിന്ന് ചിക്കൻ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ഹെവി ആയിട്ടാണ് ലഞ്ചൊക്കെ കഴിച്ചത്. കൂടുതലും ഗ്രിൽഡ് ചിക്കനൊക്കെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ദിവസവും ഡിന്നറിനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അതും നമ്മളൊരു 7 മണിക്ക് മുന്നേ തന്നെ ഡിന്നർ കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഇട്ടത്. ഞാൻ പാത്രം കഴുകിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് ഈ സൈഡിൽ ഇങ്ങനെ ഒരു ട്രേ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതാവുമ്പോൾ അതിനകത്ത് വെള്ളമെല്ലാം അതിൽ തന്നെ ഇറങ്ങി പാത്രം നല്ലപോലെ ഉണങ്ങി കിട്ടും. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ റാക്കിലാക്കി വെച്ചാൽ മതി. ഇനി നമ്മുടെ ക്ലീനിങ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിലെ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് നല്ല മഴയൊക്കെ കഴിഞ്ഞ് നല്ല പോലെ വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ കിച്ചൺ ക്ലോത്ത്സ് എല്ലാം ഈ ഒരു ഏരിയയിലാണ് സാധാരണ ഞാൻ കിച്ചൺ ക്ലോത്ത്സും കാര്യങ്ങളും ഒക്കെ ഡ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. മമ്മി ഉള്ള സമയത്താണെങ്കിൽ മമ്മി പാത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് ഉണക്കുന്നത് കാണാം. പണ്ടൊക്കെ വീട്ടിലായിരുന്ന സമയത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ടാണല്ലോ പാത്രങ്ങളൊക്കെ ഉണക്കാറുള്ളത്. പക്ഷേ എനിക്ക് അങ്ങനൊരു ശീലമില്ല. ഞാൻ പലപ്പോഴും ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നത് തന്നെ വളരെ കുറവാണ്. ഈ ഒരു വീട്ടിലേക്ക് മാറുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഈ ഒരു കോർണറായിരുന്നു. ഇവിടെ നമുക്ക് പുറത്ത് ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഉണ്ട്. അതിൻ്റെ താഴെ തന്നെ നമുക്ക് പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അവരെ കൂട്ടിലിടാനായിട്ട് ഒരു ചെറിയൊരു ഗ്രില്ലിട്ട ഭാഗവും ഉണ്ട് കേട്ടോ. ഞാനിവിടെ വരുന്ന സമയത്ത് ഈ ഭാഗം മുഴുവൻ ചീരത്തൈകളായിരുന്നേ. അത് ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ കറി വെച്ച് കഴിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഇഞ്ചി മമ്മി വന്ന സമയത്ത് മമ്മി ഇവിടെ കുഴിച്ചിട്ടിട്ട് പോയതാണ് കേട്ടോ. അതിപ്പോൾ വളർന്ന് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് എത്തി. ഈ ഒരു ഏരിയ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് എനിക്ക് പറ്റുന്ന പോലെ ഒരു കൃഷികളൊക്കെ ചെയ്ത് തുടങ്ങണമെന്നുള്ളത് എൻ്റെയും അബിയുടെയും ഒരാഗ്രഹമാണ്.
പതുക്കെ പതുക്കെ നമുക്ക് അതും ഒന്ന് ചെയ്ത് തുടങ്ങണം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത് എനിക്കും അബിക്കും നല്ല താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പതുക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നേരെ കയറി ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുമ്പോൾ മാത്രമായിരുന്നു കേട്ടോ. അതായത് അഴുക്കായി എന്ന് തോന്നുവാണെങ്കിൽ മാത്രം. പക്ഷെ പിന്നീട് കുറേ നാൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി വീക്കെൻഡ്സിൽ നമ്മൾ എന്തായാലും ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തിരിക്കണം. അതൊക്കെ ഒരു ബേസിക് ഹൈജീനിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന്. അങ്ങനെ ഞാൻ ഇപ്പം അഴുക്കായാലും ഇല്ലെങ്കിലും എല്ലാ വീക്കെൻഡ്സിലും ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് കുറേ സമയം റൂമൊക്കെ ഒന്ന് തുറന്നിടാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും എ സി ഒക്കെ യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ജനലുകളൊക്കെ എപ്പോഴും ക്ലോസ് ആയിട്ടാണ് കിടക്കാറുള്ളത്. പക്ഷെ ഒരു ഫ്രഷ് എയറൊക്കെ ഒന്ന് കയറി കഴിയുമ്പം റൂമിനും ഒരു ഫ്രഷ്നെസ്സും നല്ലൊരു സ്മെല്ലും ഒക്കെ വന്നു തുടങ്ങും. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ കുറേ അധികം ബെഡ്ഷീറ്റ് എനിക്ക് ഇഷ്ടമുള്ള പോലെ വാങ്ങി കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് മാത്രമേ അത് യൂസ് ചെയ്യുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്യാതിരുന്നത് കേട്ടോ. എനിക്ക് വീടും പരിസരവും ഒക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് കീപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെ കിട്ടണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് കൂടിയാണ് കേട്ടോ. ഈ ഒരു കബോർഡ് നമ്മൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 20,000 റുപ്പീസിനാണ് ഈ ഒരു വലിയ കബോർഡ് ചെയ്യിപ്പിച്ചെടുത്തത്. അതും എനിക്കിഷ്ടമുള്ള പോലെ പെയിൻ്റ് ആണെങ്കിലും അകത്തെ റാക്സ് ആണെങ്കിലും എല്ലാം അവർ പറയുന്ന പോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എറണാകുളത്ത് തന്നെയുള്ള ഒരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫർണിച്ചർ മാർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ആശാരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുത്തൻ ബെഡ്ഷീറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് യെല്ലോ ആൻഡ് ഈ ഒരു ഗ്രീൻ കോമ്പിനേഷൻ. ബെഡ്ഷീറ്റും ബെഡ് കവറും ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ അലക്കാനിടും കേട്ടോ. ഇതൊന്ന് നല്ലപോലെ അലക്കി വന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള ഒരു ചേച്ചിയാണ് എനിക്ക് എല്ലായ്പ്പോഴും ഇതൊക്കെ അയൺ ചെയ്ത് തരാറുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും ഇതൊക്കെ അയൺ ചെയ്താണോ ഉപയോഗിക്കേണ്ടതെന്ന്. എനിക്ക് ഇങ്ങനെ അയൺ ചെയ്ത് നീറ്റായിട്ടുള്ള ബെഡ്ഷീറ്റും ബെഡ് കവറും ഒക്കെ കണ്ടില്ലെങ്കിൽ ഒരു പ്രത്യേകതരം മനസ്സിന് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അയൺ ചെയ്ത് ബെഡ്ഷീറ്റും ബെഡ് കവറും കർട്ടൻസും പില്ലോ കവറും എല്ലാം ഞാൻ അയൺ ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. മുൻപൊക്കെ ഞാൻ തന്നെയാണ് ഈ ക്ലീനിങ്ങും അയണിങ്ങും ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ പുറത്ത് അയൺ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഏരിയയാണ് ഞാൻ വാഷിങ്ങിനും ഡ്രൈയിങ്ങിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. വാഷ് ചെയ്ത തുണി നല്ല പോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് കയറ്റാനായിട്ടുള്ളൊരു മനസ്സ് എനിക്കുള്ളൂ. പക്ഷേ എന്നാലും അബി ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് ഡ്രയറിലൊക്കെ വിരിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതിനോട് കാര്യമായ താല്പര്യം ഉണ്ടാവാറില്ല. പിന്നെ പുള്ളി ഒറ്റയ്ക്കൊക്കെ എല്ലാം ചെയ്യുമ്പോൾ നമുക്കതിന് വേണ്ടി ഒരു തടയിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് ഇവിടെ തന്നെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വിരിക്കാറുള്ളത്. കുറച്ച് നാളുകളായിട്ടുള്ള അൺഹെൽത്തി ഈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അന്ന് വാങ്ങി കൂട്ടിയതാണ് ഈ കാണുന്ന ചിക്കൻ. ഇതൊക്കെ ഒന്ന് തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വീക്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹെൽത്തി മോഡലിലേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ബാക്കി വന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അബി ഈ പരിപാടിയിലേക്ക് യാതൊരുവിധ പാർട്ടിസിപ്പേഷനും തരില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇത് ഞാൻ ഉപയോഗിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാതെ ഇതുപോലൊരു സ്റ്റയർ ഫ്രൈ ആണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാറ്. അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാറാണുള്ളത്. അബിക്ക് വേണ്ടി ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്.
കുറേ നാളുകളായിട്ട് എൻ്റെ വീട്ടിൽ പൊടി തട്ടിക്കിടന്ന ഒരു സാധനമായിരുന്നു ദേ ഈ ഒരു മെഷറിംഗ് സ്കെയില്. മുമ്പ് നമ്മൾ ഹെൽത്തും ഡയറ്റും ഒക്കെ നോക്കിയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതാണ് ഇവന്. ഇപ്പോൾ വീണ്ടും അതിന് പൊടി തട്ടി എടുത്തിരിക്കുകയാണ്. 200 ഗ്രാംസ് ചിക്കനാണ് കേട്ടോ നമ്മൾ ഈവനിങ്ങിൽ അല്ലെങ്കിൽ ഡിന്നർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ സ്ട്രിപ്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബോക്സിലാക്കി ഇതേ അങ്ങോട്ട് കീപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇന്ന് ഇത് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യുന്നതായിരിക്കും. നാളെ മുതൽ ഒരു കംപ്ലീറ്റ് ഹെൽത്തി ഡയറ്റിലേക്ക് മാറണം. അപ്പം ഞാൻ ഇത് ചിക്കൻ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മസാല വെച്ച് മാരിനേറ്റ് ചെയ്ത് നമുക്കിനി ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടും സമയം കുറച്ചും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിന്നർ ഉണ്ടാക്കുക എന്നുള്ളത് അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. ഡിന്നർ മാത്രമല്ല, ഒട്ടുമിക്ക നേരവും നമ്മൾ ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു സമയം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്തുണ്ടാക്കണം എന്നൊരു കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം, എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളത്. നമ്മൾ രണ്ടുപേര് മാത്രമേ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നതിനേക്കാളും ഫിനാൻഷ്യലിയും നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നഗറ്റ്സിൻ്റെ കൂടെ ഞാൻ വാങ്ങിയ വേറൊരു സാധനമാണ് ചിക്കൻ സ്ട്രിപ്സ്. ഈ ഒരു സ്ട്രിപ്സിലും 2-3 എണ്ണമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ സാധാരണ രീതിയിൽ എയർ ഫ്രൈ ചെയ്യാറാണുള്ളത്. ഇത് ചെയ്യുമ്പം ടേസ്റ്റ് വൈസും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ആ ഒരു ഓയിൽ ബാക്കിയുള്ളത് കൊണ്ട് ഇന്ന് ഞാനത് തീർത്തേക്കാന്ന് കരുതിയാണ് ഇത്രയും സ്ട്രിപ്സ് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി കുറച്ച് നമുക്ക് എയർ ഫ്രൈ ചെയ്തും എടുക്കാം. എയർ ഫ്രൈ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ KFC എന്നൊക്കെ ചിക്കൻ വാങ്ങുന്ന ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതെല്ലാം തീർക്കേണ്ട ഒരു അവസ്ഥയായതുകൊണ്ട് പിന്നെ ഇത് കഴിക്കാൻ ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും വരും കേട്ടോ. അത് ലാലിയാണ്. ലാലി ഈ വീട്ടിലെ അല്ലെങ്കിൽ ഈ വില്ലയിലെ എല്ലാവരുടെയും പെറ്റ് ഡോഗാണ് കേട്ടോ. അവന് ഈ ഒരു സ്ട്രിപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചില സമയം അവന് വേണ്ടി മാത്രമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ട്രിപ്സാണ് തൽക്കാലം ഞാൻ ഡിന്നറിനായിട്ട് കഴിക്കാൻ പോകുന്നത്. അബിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള ഗ്രിൽ ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ ഓവനിൽ നിന്ന് അത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്ട്രിപ്സ് എടുത്ത് എയർ ഫ്രൈ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ടിപ്പിക്കലി നമുക്ക് ചിക്കൻ സ്ട്രിപ്സ് ഫ്രം KFC പോലെ തന്നെ ഇരിക്കും. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ടേസ്റ്റും ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചത് ഇന്നത്തോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് കരുതിയാണ് ഇന്ന് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്നത്. സ്പെൻഡിങ് ടൈം ടുഗെദർ. ഞങ്ങൾ ഒരുപാട് നാളായിട്ട് മിസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുക, കുറേയധികം സമയം ചുമ്മാ ചായ കുടിച്ച് സംസാരിച്ചിരിക്കുക. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ കുറേ നാളുകളായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അതിനൊരു മാറ്റമില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വീണ്ടും എടുത്ത മറ്റൊരു തീരുമാനം. ഇത് ഒരു ഹാബിറ്റൊന്നുമല്ല, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യം ഇതാണെന്ന്. സെൽഫ് കെയർ ആൻഡ് മീ ടൈം. ഈ ഒരു കാര്യം ജീവിതത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. നമുക്ക് വേണ്ടിയും കുറേയധികം ടൈം സ്പെൻഡ് ചെയ്യണം, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യണം. നമുക്കൊരു സ്ഥലത്ത് പോകാനാണെങ്കിൽ അത് ഒറ്റയ്ക്കാണെങ്കിൽ പോലും പോകണം. നമ്മുടെ സ്കിന്നും നമ്മുടെ മുടിയും നമ്മുടെ ആരോഗ്യവും ഒക്കെ നോക്കേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. ആർക്കു വേണ്ടിയും ജീവിതം അങ്ങനെ ഒഴിഞ്ഞു മാറ്റി വെക്കേണ്ട കാര്യമേ ഇല്ല. അത് ഒരിക്കലും നമ്മളൊരു സന്തോഷത്തിലോ നമുക്കൊരു വലിയ ഡിപ്രഷനിലേക്ക് മാറ്റി തീർക്കത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലൈറ്റ് കണ്ടോ, ഈ ഒരു ലൈറ്റ് എനിക്ക് സച്ചു റെഡിയാക്കി തന്നിട്ട് പോയതാണ്. സച്ചു എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയാണ്, വീട്ടിലെ അവളെ സച്ചു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇത്ര അടിപൊളിയായിട്ട് എനിക്ക് റൂമിൽ സെറ്റ് ചെയ്ത് തന്നത് പുള്ളിക്കാരിയാണ്. കുറേ അധികം പാടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ. കാരണം ഇതിങ്ങനെ വളഞ്ഞ് പോകുന്നുണ്ട്. ഇത് ചെയ്ത് നോക്കിയവർക്കറിയാം കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് എൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുത്ത് നല്ലൊരു മീ ടൈമൊക്കെ എൻജോയ് ചെയ്ത് നന്നായിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് ചില സമയങ്ങളിൽ ഞാൻ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ടിരിക്കാറുണ്ട്. എന്നാലും ഒട്ടുമിക്ക സമയം 10 മണിക്ക് തന്നെ ഉറങ്ങാറുണ്ട്. അങ്ങനെ സ്റ്റെപ്പായിട്ട് വളരെ സ്ലോ ആയിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.